രഘുവേട്ടാ, ഇത് അവനാണല്ലോ. ഇവൻ നമ്മളെ വിട്ട് പോകുന്ന ലക്ഷണമല്ല അമ്പിളി. കുത്തിന് പിടിക്കേണ്ടി വരുന്ന തോന്നുന്നേ. അയ്യോ രഘുവേട്ടാ, എടുത്ത ഏട്ടൊന്നും വേണ്ട. നഷ്ടപ്പെടാൻ നമുക്കേ ഉള്ളൂ, അവനൊന്നുമില്ല. അയ്യോ, വഴി തടഞ്ഞു നിർത്തിയതിന് ബുദ്ധിമുട്ട് തോന്നണ്ട രഘു. നിങ്ങളുടെ സ്ഥാപനത്തിൽ ഞാൻ കയറി വന്നാ അത് അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാവും. സത്യം പറയാലോ അതിലെ, നിന്നെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാ ഞങ്ങളിപ്പോ വണ്ടി കയറിയത്. അപ്പോ നിങ്ങളെന്നെ മറന്നിട്ടില്ല അല്ലേ? നീ കാരണം എന്റെ അമ്മാവൻ എന്നെ ശത്രുവായി കാണുമ്പോ ഞാൻ നിന്നെ മറക്കും അതിലെ. നിന്റെ സ്വർണ്ണം എന്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് നീ അമ്മാവനെ അങ്ങ് വിശ്വസിപ്പിച്ചു കളഞ്ഞു അല്ലടാ. പക്ഷേ നിന്റെ കയ്യിലിപ്പോ തെളിവൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മാവനിപ്പോ കൺഫ്യൂഷനില്ല. എന്റെ കയ്യിൽ ആ സ്വർണ്ണം ഇല്ലെന്ന് നിന്നെ ബോധ്യപ്പെടുത്താനാ അമ്മാവൻ പറഞ്ഞിരിക്കുന്നത്. എന്നെ അത് ബോധ്യപ്പെടുത്താൻ നിനക്ക് പറ്റുമോ? അനന്തൻ മാഷിന്റെ മരുമകന് അല്പമെങ്കിലും മനസാക്ഷി ഉണ്ടാവുന്ന എന്റെ വിശ്വാസം. അതെ, ഞങ്ങൾക്ക് മനസാക്ഷിയൊക്കെ ഉള്ളതുകൊണ്ടാ ഇപ്പോഴും ഇത്ര മര്യാദയോടെ ഞങ്ങൾ നിന്റെ മുന്നിൽ നിൽക്കുന്നേ. രഘുവേട്ടൻ അറിയാതെ നീ രഘുവേട്ടന്റെ വണ്ടിയിൽ സ്വർണം കടത്താൻ ശ്രമിച്ചതിന്റെ പേരിലേ രഘുവേട്ടൻ ഞങ്ങളൊക്കെ ഒരുപാട് അനുഭവിച്ചതാ. അവസാനം പോലീസും സ്വർണ്ണ മാഫിയയും ഞങ്ങൾ നിരപരാധികളാണെന്ന് കണ്ട് വെറുതെ വിട്ടപ്പോ നീ വീണ്ടും ദ്രോഹിക്കാൻ വന്നിരിക്കല്ലേ? അതെ, ഞങ്ങളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ എന്താ ചെയ്യാന്നറിയോ? അറിയോന്ന്? നിന്നെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാത്തോണ്ടല്ല അതിലെ. ദയനീയമായ നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ അത് ചെയ്യാൻ തോന്നാത്തോണ്ടാ. ഈ അവസ്ഥയിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത് നിന്റെ വണ്ടിയിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച സ്വർണത്തിന് അല്പമെങ്കിലും സത്യം ഉള്ളതുകൊണ്ടായിരിക്കും. അതിലൊരു പങ്ക് എത്തേണ്ട കൈകളിൽ എത്തിക്കാൻ ഞാൻ ഉണ്ടാവണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടിരിക്കുന്നത്. ഇന്നൊരു പവൻ സ്വർണത്തിന് വില എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ കയ്യിലുള്ളത് 1 കിലോ സ്വർണം. അന്ന് ഞാൻ ആവശ്യപ്പെട്ടത് പകുതിയെങ്കിലും എനിക്ക് തരണമെന്നായിരുന്നു. ഞാൻ അതിൽ നിന്നും താഴോട്ട് വരാൻ തയ്യാറായിരിക്കും. എനിക്ക് നീ വെറും 25 ലക്ഷം രൂപ തന്നാൽ മതി. ബാക്കി മുഴുവനും നീ എടുത്തോ, ഞാൻ ഇതിൽ നിന്ന് പിന്മാറാം. നിനക്ക് എന്താടാ പറഞ്ഞ മനസ്സിലാവില്ലേ? ആ സ്വർണം ഞങ്ങളുടെ കയ്യിലില്ലെന്ന് പറഞ്ഞ ഇല്ല. ഇല്ലാത്തൊരു സ്വർണം ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാടാ? വയ്യാത്തൊരു മനുഷ്യന്റെ കഴുത്തിന് പിടിച്ചിട്ട് ഇയാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ ആര് സമാധാനം പറയും? ആദില് പഴയ ആദിലല്ലാത്തോണ്ട് നിനക്കെന്നെ എന്തും ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കാര്യം നീ ഓർത്തു, ആ സ്വർണം നീ എടുത്തുവന്ന് നീ തന്നെ ഒരു ദിവസം എന്റെ മുഖത്ത് നോക്കി പറയും. നിന്നെ കൊണ്ട് ആദിലത് പറയിച്ചിരിക്കും.